ഗൈസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ ISLന്റെ ഫൈനലിലേക്ക് കയറുന്നു. ഓൾറെഡി ഷീൽഡ് വിൻ ചെയ്തിട്ടുള്ള ടീമാണ്. ഇതായിപ്പം ട്രോഫി റേസിലും അവർ ഫൈനലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ആണെന്നുള്ളത് ആലോചിക്കണം. എന്താണെങ്കിലും വാട്ട് എ മാച്ച് എന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റ് ലെഗിൽ ഒഡീഷയിൽ 2-1 എന്നുള്ള ഒരു നിലയിൽ തോറ്റ് നിന്നിട്ടുള്ള ടീമാണ്. ഈ ഒരു മത്സരത്തിൽ അവർക്ക് ആദ്യം തന്നെ ആ ഒരു ഗോൾ നേടുക എന്നുള്ള ഒരു ഇൻറ്റൻറ്റിൽ തന്നെയാണ് കളിച്ചത്. അത് വരികയും ചെയ്തു എന്നുള്ളതാണ്. ഫസ്റ്റ് ഗോൾ കമ്മിങ്സ് ആണ് അടിക്കുന്നത്. അപ്പം ഇത് ലെഫ്റ്റ് കൂടെ ലിസ്റ്റൻ്റെ റൺ, ദെൻ പെട്രറ്റോർസ് അടിച്ചൊരു ഷോട്ടാണ്. അത് റീബൗണ്ട് വന്ന് കൃത്യമായിട്ട് കമ്മിങ്സിന് കിട്ടി, അടിച്ച് അപ്പോൾ തന്നെ ഒരു 2-2 എന്നുള്ള നിലയിലേക്ക് എത്തി. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫിൽ കൂടുതലും ഒരു മോഹൻ ബഗാൻ്റെ ഒരു ഡോമിനേഷൻ തന്നെയാണ് ഏറെക്കുറെ നമുക്ക് കാണാൻ സാധിച്ചത്. അറ്റാക്കിംഗ് ആണെങ്കിലും ചാൻസസ് ക്രിയേറ്റ് ചെയ്താണെങ്കിലും ഇപ്പോൾ റൈറ്റിലൂടെ മൻവീറിൻ്റെ റൺ, ലെഫ്റ്റിലൂടെ ലിസ്റ്റൻ്റെ റൺ, അതുപോലെ പെട്രട്ടോസിൻ്റെ മുന്നേറ്റങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് താപ്പയുടെ റൺസൊക്കെ നമുക്ക് എടുത്തു പറയാവുന്നതാണ് എന്നുള്ളതാണ്. അതിലും ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു നിലയിൽ പോയി. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ചില ചേഞ്ചസ് ഒക്കെ വന്നിരുന്നു. അതായത് ദീപക് താങ്കരിയൊക്കെ മാറ്റി അഭിഷേക് സൂര്യവംശിയെ കൊണ്ടുവന്നു. അതുപോലെ ഒഡീഷ മൗറീഷ്യയെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കാർലോസ് ഡെൽഗാഡോയ്ക്ക് പകരം. അപ്പം ചേഞ്ച് ചെയ്തിട്ട് സൈഗോഡാഡിനെ കൊണ്ടുവന്നു മൗറീഷ്യയ്ക്ക് പകരം. അതുപോലെ പുട്ടിയെ ചേഞ്ച് ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ നിന്ന്. ജെറിയെ പിന്നെ റൈറ്റിൽ കൊണ്ടുവന്നു, സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ സൈഗോഡാഡിനെ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നത് ഈ ഡെൽഗാഡോ ഇല്ലാത്തത് ആക്ച്വലി അവർക്കൊരു വലിയൊരു പ്രശ്നം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം നരേന്ദർ അങ്ങനെ ഒരുപാട് മാച്ചസ് ആ ഒരു സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിച്ചിട്ടില്ല. അപ്പം ഈ അഹമ്മദ് ജാഹു കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയ പോലെ തോന്നുന്നുണ്ട്. കാരണം അഹമ്മദ് ജാഹുവിന് ഒരു ഇരട്ടിപ്പണി ആ ഒരു സെൻട്രൽ ബാക്കിൻ്റെ റോള് കൂടി എടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു എനിക്ക് പേഴ്സണലി തോന്നുന്നത് ജാഹു ഒരു കാഷ്വൽ അപ്രോച്ചായി പോയി. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ കാണാത്ത പോലത്തെ തരത്തിൽ ഒരുപാട് മിസ് പാസസ് ഒക്കെ ഈ ഒരു മത്സരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒഡീഷ FC-യുടെ ആദ്യ പകുതിയിൽ ചില നല്ല മുന്നേറ്റങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ റോയ് കൃഷ്ണ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ അമരീന്ദർ ഡയറക്റ്റ് റൈറ്റിലോട്ടൊരു കിക്ക് ചെയ്യും, അത് റോയ് പിടിച്ചെടുക്കും, എന്നിട്ടൊരു റണ്ണുണ്ട്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ടിപ്പിക്കൽ ക്രോസ് ഉണ്ട്. അതുപോലത്തെ ആദ്യം ഒരു ചാൻസ് ഉണ്ടായിരുന്നു റോയ്ക്ക് കൊടുത്ത്. റോയ് അത് ഒന്ന് പിന്നെ അപ്പോണന്റ് ഡിഫൻഡറെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. പക്ഷേ അത് അൻവർ അലി കിടിലമായിട്ടാണത് ക്ലിയർ ചെയ്യുന്നത് കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇസാക്കിന് കിട്ടിയിരുന്ന ഒരു ഷുവർ ഗോൾ ചാൻസ് ഉണ്ടായിരുന്നു. അതേ സെയിം സാധനം തന്നെ മൗറീഷ്യോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ KBSCക്ക് എതിരെ അത് സക്സസ്ഫുള്ളി ആയി. പക്ഷേ ഇവിടുത്തെ ഡിഫൻസ് സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ട് ഒരു പണി കിട്ടിയില്ല. അതുപോലെ മൗറീഷ്യോയ്ക്ക് കിട്ടിയിട്ടുള്ളൊരു ചാൻസ്, അത് മൗറീഷ്യോ അത് അകത്താക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അതും പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കൊന്നൊരു ഗോൾ ലൈൻ ക്ലിയറൻസ് പോലെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആദ്യ പകുതിയിൽ പറഞ്ഞ പോലെ മോഹൻ ബഗാനാണ് കൂടുതൽ ചാൻസ് കിട്ടിയെങ്കിലും ക്ലിയർ കട്ട് ചാൻസ് 2-3 ഒഡീഷയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നൊരു സമയത്ത് മത്സരം കുറച്ചും കൂടി ഒരു ടൈറ്റ് ആകുന്ന സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഈക്വൽ രണ്ട് ടീമിലും പറഞ്ഞൊരു ഒരു നല്ലൊരു ഗെയിം നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഇത് വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ മൻവീറിൻ്റെ ഒരു റൺ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അത് കമ്മിങ്സ് റൈറ്റ് പ്ലേസിലുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഡയറക്റ്റ് അടിക്കാനാണ് ശ്രമിച്ചത്, അതും ഇതുപോലെ നടന്നില്ല. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് താപ്പയുടെ ഒരു ഗോൾ കീപ്പർ അമരീന്ദറിൻ്റെ കാലുകൾക്കിടയിലൂടെ അടിച്ചിട്ടുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ തൊട്ടുരുമി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഏറ്റവും വലിയ ചാൻസ് അത് അമരീന്ദർ രക്ഷപ്പെടുത്തിയതാണ്. അതൊരു മാച്ച് വിജയിപ്പിച്ച ഒരു സേവായിട്ട് ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒഡീഷ ഇത് അവരുടെ ഒരു മാച്ച് വിന്നിങ് സേവ് എന്ന കണക്കൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുമെന്നുള്ളത്. എക്ടർ യൂസ്റ്റയുടെ ഒരു ഹെഡ്, പക്ഷേ അതൊരു കിടിലൻ സേവ് തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഇപ്പം സഹൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊക്കെ വന്നത്. അവിടെ ഇപ്പോൾ ആ ഒരു ഗോളിൽ ആക്ച്വലി മൻവീർ സിംഗ് തന്നെയാണ് നമുക്ക് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ആ റൈറ്റ് പ്ലേസിൽ സഹൽ ഉണ്ടായിരുന്നു എന്നുള്ളിടത്താണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ആ ഒരു ഗോൾ, ഒരു വിന്നിങ് ഗോൾ എന്ന് പറയുന്ന ഗോൾ നേടി മോഹൻ ബഗാൻ്റെ ഒരു ഭാഗ്യമാകാൻ സാധിച്ചത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഷീൽഡ് റേസിൽ അല്ലെങ്കിൽ ഷീൽഡ് നേടുന്ന ആ ഒരു മത്സരത്തിൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു വിജയിക്കുന്ന ഗോൾ അത് 90 മിനിറ്റ്സ് കഴിഞ്ഞ് അഡീഷണൽ ടൈമിലാണ് പോകുന്നത്. മത്സരം എക്സ്ട്രാ ടൈമിലേക്കോ പിന്നീട് പെനാൽറ്റിയിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് സഹലിൻ്റെ ആ ഒരു ഗോള് വരുന്നതും മത്സരം തിരിഞ്ഞു വീഴുന്നതും ഒരു എന്താ പറയുക 3-2 എന്നുള്ള നിലയിലേക്കൊക്കെ ആയി മാറുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അവസാനം വിഘ്നേഷിന് ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ജസ്റ്റ് പോസ്റ്റിലേക്ക് ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിട്ട് തീർക്കാൻ സാധിച്ചില്ല. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ലാസ്റ്റ് മിനിറ്റിൽ വീണ്ടും ഒരു ഡ്രോ ആകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എനിവേ കൊൽക്കത്തയിൽ തന്നെയാണ് ഫൈനൽ നടക്കുന്നതെന്നും കൂടിയുള്ള പ്രത്യേകതയുണ്ട്. ഇനി ഗോവയാണോ മുംബൈ സിറ്റി FC ആണോ അടുത്ത സെമി ഫൈനലിൽ ജയിച്ച് വരുന്നതെന്നുള്ളതാണ്
നമുക്ക് അറിയേണ്ടത്. അപ്പം കൊൽക്കത്ത ഹൗസ്ഫുൾ തന്നെ ആയിരിക്കും. ഈ ഒരു മത്സരത്തിലും 62,000-ഓളം കാണികളുണ്ടായിരുന്നു. അടുത്ത മത്സരത്തിലും നമുക്ക് മോഹൻ ബഗാൻ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് അതും പ്രതീക്ഷിക്കാം. ആരാണ് എതിരാളികൾ എന്നുകൂടി നമുക്ക് അറിഞ്ഞാൽ മാത്രം മതി. ഏതായാലും ലൊബേറ ഈ ഒരു സീസണിൽ ട്രോഫി ഇല്ലാണ്ട് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഹബാസ് അടുത്തൊരു ട്രോഫി നേടുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് കാണിക്കാൻ